ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 1 Mile 1 Ticket പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഇല്ല. ചില യാത്രകൾ നമ്മൾ ട്രെയിനിൽ പോയാൽ മാത്രമേ ആ ഒരു ഭംഗി കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ട്രെയിൻ യാത്രയിലാണ്. വൺ ഓഫ് ദ ഫേമസ് റൂട്ടായ തെന്മലയിൽ നിന്നും മധുരയ്ക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന കാഴ്ച തെന്മലയ്ക്ക് ശേഷമുള്ളതല്ല കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന കാഴ്ച തെന്മലയ്ക്ക് മുമ്പുള്ളതാണ്. ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന ഒരു റൂട്ടാണ് കൊല്ലം ചെങ്കോട്ട മധുരൈ റൂട്ട്. കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെന്നൈ എഗ്മോർ വരെ പോകുന്ന 16102 ട്രെയിനിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 2 മണിയോടെ ഈ ട്രെയിൻ തെന്മലയിൽ എത്തിച്ചേരും. ശരിക്കും ഈ ട്രെയിനിൽ എനിക്ക് മധുരയ്ക്ക് പോവാം, പക്ഷേ തെന്മല എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് വീഡിയോസ് നിങ്ങളെയും കൂടി കാണിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ട്രെയിനിൽ കയറി തെന്മലയിൽ ഇറങ്ങുന്നത്. ഈ ട്രെയിനിന് തൊട്ട് പുറകിലായി വരുന്ന 16328 മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് ഞാൻ മധുരയ്ക്ക് പോകുന്നതെന്ന്. ഈ റൂട്ടിലൂടെ സഞ്ചാരികൾ എപ്പോഴും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് മഴക്കാലത്താണ്. മഴക്കാലത്ത് ഈ റൂട്ടിന് പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ. ഞാനിന്ന് യാത്ര ചെയ്യുന്നത് ഒരു വേനൽക്കാലത്താണ്, പക്ഷേ വേനൽക്കാലത്തെ കാഴ്ചകളും വളരെ മനോഹരമാണ്. വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളൊരു എൻജിൻ ലോക്ക് കണ്ടില്ലേ? അത് നമ്മുടെ ട്രെയിനിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻജിനാണ്. ഇനി നമ്മുടെ യാത്ര വെസ്റ്റേൺ ഗട്ട്സിലൂടെയാണ്. പുനലൂരിന് ശേഷം നമ്മുടെ ട്രെയിനിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലോക്കോ അവിടെ നിന്ന് ഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ വളരെ പ്രാധാന്യമേറിയ ഒരു റെയിൽവേ ലൈനാണ് കൊല്ലം ചെങ്കോട്ടൈ മധുരൈ റൂട്ട്. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ മീറ്റർ ഗേജ് റൂട്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ റൂട്ടിലാണ്. 1890 പണി സ്റ്റാർട്ട് ചെയ്ത ഈ റെയിൽവേ ലൈനിലൂടെ 1902 ആദ്യമായിട്ടുള്ള ഗുഡ്സ് ട്രെയിൻ ഓടിത്തുടങ്ങിയത്. തുടർന്ന് 1904 ആദ്യത്തെ പാസഞ്ചർ ട്രെയിനും ഈ റൂട്ടിലൂടെ ഓടിയിരുന്നു. വെറും 100 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ മനോഹരമായ കാഴ്ചകളും കണ്ട് മധുരയിൽ ചെന്നെത്താം. അതേസമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യാത്ര മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ അരുവികളും നദികളും അതുപോലെ തന്നെ നല്ല മഞ്ഞും കോടയും ഒക്കെ കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ ഒരിക്കലെങ്കിലും കൊല്ലം ചെങ്കോട്ട ഈ റൂട്ടിലൂടെ ഒന്ന് പോയി നോക്കണം. വളരെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇവിടെ കാത്തിരിക്കുന്നത്. ശരിക്കും പുനലൂരിന് ശേഷമാണ് ഇത്രയും ഭംഗിയേറിയ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പുനലൂരിന് ശേഷം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. വളരെ പതുക്കെയാണ് ഈ റൂട്ടിലൂടെ ട്രെയിനുകൾ പോകാറുള്ളത്. വളവും തിരിവുകളും ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെയാണ് ട്രെയിൻ അത്രയും പതുക്കെ പോകുന്നത്. അങ്ങനെ പോകുന്നതിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകൾ വളരെ സാവധാനം കണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാൻ സാധിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ തെന്മലയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് 2:15 മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്സിനാണ് ഞാൻ മധുരയ്ക്ക് പോകുന്നത്. വളരെ ശാന്തവും മനോഹരമായിട്ടുള്ള ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ. വളരെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വലിയ സ്റ്റേഷൻ തന്നെയാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ. ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ മലകളും അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ ട്രാക്ക്, നീണ്ടു കിടക്കുന്ന ട്രാക്ക്, ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് തെന്മല റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു നോക്കും. എന്ത് ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. 2 മലനിരകൾ അപ്പുറം ഇപ്പുറയും സ്റ്റേഷൻ്റെ നടുക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഒരു രക്ഷയില്ലാത്ത വൈബാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവേത് കാണുക. ഞാൻ താഴത്തെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനൗൺസ്മെൻറ്റ് വന്നു, ഞാൻ പോകേണ്ട ട്രെയിൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നതെന്ന്. ഞാൻ ആക്ച്വലി ഇന്നത്തെ ഈ ട്രിപ്പിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഗാഡ്ജറ്റുകളുടെ ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ട്രെയിനിലാകുമ്പോൾ എനിക്കത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോയത്. ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ, അല്ലാതെ തന്നെ സീറ്റുകൾ ഒത്തിരി ഉണ്ടാവും. ഇത് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തത്.
ഫ്രണ്ട്സ്, എനിക്ക് പോകേണ്ട ട്രെയിനാണ് ഈ വരുന്നത്. S2 32 ആണ് എൻ്റെ സീറ്റ് നമ്പർ. S2 മിക്കവാറും ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ബാക്കി ട്രെയിനിൽ കയറിയിട്ട് അടുത്ത വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. തെന്മല ചെങ്കോട്ട റൂട്ടിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. റീൽസുകളിലൂടെയും മറ്റു വീഡിയോകളിലൂടെയും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു തുരങ്കം കയറി ഇറങ്ങുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച. നമ്മൾ ഈ കാണുന്നതാണ് 13 കണ്ണറ പാലം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാലം. വളരെയധികം പ്രത്യേകതയും ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ആകർഷണവുമാണ് ഈ ഒരു പാലം. ഈ പാലത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 13 ആർച്ചുകളുള്ള പാലമാണിത്. സിമന്റും കമ്പിയും ഉപയോഗിക്കാതാണ് അന്നവർ ഈ പാലം നിർമ്മിച്ചത്. അതിനുശേഷം ബ്രോഡ് ഗേജ് ആയതിനു ശേഷമാണ് ആ ഭാഗങ്ങളൊക്കെ അവർ പുതുക്കി പണിഞ്ഞത്. നിങ്ങളിപ്പോൾ കണ്ട ഈ കാഴ്ചയാണ് ഈ റൂട്ടിലെ ഏറ്റവും വലിയ ആകർഷണം. നമ്മൾ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാഴ്ചകളുണ്ട്. തൂക്കുപാലം, പാണ്ഡവൻ പാറ, കല്ലടയാറ്, ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ ട്രെയിൻ മാർഗം അല്ലാതെ റോഡ് മാർഗം ഈ റൂട്ടിലൂടെ പോയിട്ടുണ്ടോ? ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ചില കാഴ്ചകൾ കൂടിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ. പാണ്ഡവൻ പാറയുടെ മുകളിൽ നിന്ന് കാണുന്ന ട്രെയിൻ കാഴ്ചകൾ വളരെ മനോഹരമാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും അത് കാണാൻ ശ്രമിക്കുക. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ റൂട്ടിലൂടെ റോഡ് മാർഗവും ട്രെയിൻ മാർഗവും സഞ്ചരിച്ചിട്ടുണ്ട്. അന്ന് മലയാളി യാത്രകൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം പോയി കണ്ടത്. വളരെ ത്രില്ലിങ്ങും എക്സൈറ്റ്മെൻറ്റും ആയിട്ടുള്ളൊരു യാത്ര എന്നത്. ഈ ട്രെയിൻ യാത്രയിൽ മനസ്സിൽ പലപ്പോഴായി വന്ന ഒരു ചോദ്യമാണ് ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയായിരുന്നുവെന്നും ഇത് എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചതെന്നും. കൊല്ലം എന്ന നഗരത്തിൽ നിന്നും തമിഴ്നാട് എന്ന നഗരത്തിലേക്ക് സഹ്യപർവ്വതങ്ങളെ മുറിച്ചുകൊണ്ടുള്ള ഈ ഒരു റെയിൽപാത. നമ്മൾ ഇന്ന് ഈ കാണുന്ന വളരെ മനോഹരമായ റെയിൽപാതകൾ നിർമ്മിക്കാനായി ഒത്തിരി അനേകം തൊഴിലാളികളുടെ ജീവനോടെ പൊലിഞ്ഞിട്ടുണ്ട്. മലമ്പനിയും പകർച്ചവ്യാധികളും വന്നാണ് അവരൊക്കെ മരണപ്പെട്ടത്. വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു ഈ റെയിൽവേ ലൈനിൻ്റെ നിർമ്മാണം. പക്ഷേ അതേ സമയത്ത് ആ കാലത്ത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റും കൂടിയായിരുന്നു. അന്ന് ആ കാലത്ത് വളരെ ബെനിഫിഷ്യലായി ചിന്തിച്ച ഒരു കാര്യമായിരുന്നു ചരക്ക് നീക്കം. നമ്മൾ ഇന്ന് ഈ കാണുന്ന പാതയിലൂടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒത്തിരി അനേകം ചരക്ക് നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. 1902 ആരംഭിച്ച ചരക്ക് നീക്കത്തിന് വേണ്ടിയുള്ള ട്രെയിൻ ഭാഗങ്ങൾ തൂത്തുക്കുടിയിൽ നിന്നും കപ്പലിലാണ് കൊല്ലത്തെത്തിച്ചത്. അവിടെ വെച്ച് ട്രെയിൻ ഭാഗങ്ങൾ യോജിപ്പിച്ചതിന് ശേഷമാണ് ഈ ലൈനിലൂടെ ട്രെയിൻ ആദ്യമായി ഓടിയത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദേശീയപാതയാണ് കൊല്ലം തിരുമംഗലം ദേശീയപാത. ഇനി അടുത്ത സ്റ്റേഷൻ വരാൻ പോകുന്ന ആര്യങ്കാവാണ്. ആര്യങ്കാവ് കഴിഞ്ഞ് ഒരു ടണൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെല്ലുന്നത് നേരെ തമിഴ്നാട്ടിലേക്കാണ്. ഈ തുരങ്കം കയറി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭൂപ്രകൃതിയുടെ ഒരു ഭംഗി മാറുന്നതായിട്ട്. അങ്ങ് മലനിരകൾക്കപ്പുറം കാണുന്നത് കേരളമാണ്. നമ്മൾ ഇത്ര നേരം കണ്ട കാഴ്ചകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ധാരാളം കൃഷിയിടങ്ങളും മാവിൻ തോട്ടങ്ങളും നെൽപ്പാടങ്ങളും ഇതൊക്കെയാണ് ഇനി ഇവിടെ വരുന്ന കാഴ്ചകൾ. നമ്മളിപ്പോൾ ഈ കാണുന്നത് മുഴുവൻ തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗികളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇഷ്ടം പോലെ തെങ്ങും തോപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി വരുന്ന സ്റ്റേഷനുകളാണ് ഭഗവതിപുരം, സെങ്കോട്ടൈ, തെങ്കാശിയൊക്കെ ആകുമ്പോൾ ട്രെയിന് വളരെ സ്പീഡായിരിക്കും. എനിക്ക് തോന്നുന്നു സെങ്കോട്ട കഴിയുമ്പോൾ ട്രെയിന് സ്പീഡ് കൂട്ടി തുടങ്ങാനുള്ള പെർമിഷൻ കിട്ടുമെന്നാണ് തോന്നുന്നത്. ഏകദേശം 6:30-7 മണിയോടെ നമുക്ക് മധുര ജംഗ്ഷനിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇതുവരെ ട്രെയിന് ലേറ്റ് ആയിട്ടില്ല, കറക്റ്റ് സമയത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുനലൂരിൽ നിന്ന് നമ്മുടെ ട്രെയിനിന് പുഷ് ചെയ്യാൻ വേണ്ടി പിടിപ്പിച്ച എൻജിൻ ലോക്കോയില്ലേ, അത് സെങ്കോട്ട എത്തുമ്പോൾ മാറ്റും കേട്ടോ. അതിനുശേഷം തെങ്കാശിയിലേക്കുള്ള യാത്ര വളരെ പെട്ടെന്നാണ്.
ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഏകദേശം 12 സ്റ്റേഷനും കൂടിയുണ്ട്. അത് കഴിഞ്ഞാണ് മധുര ജംഗ്ഷൻ എത്തുന്നത്. ഈ 12 സ്റ്റേഷനിലും ശിവകാശി കഴിഞ്ഞപ്പോഴാണ് ഒട്ടുമിക്ക യാത്രക്കാരും ഇവിടെ നിന്ന് ഇറങ്ങി തുടങ്ങിയത്. ബിരുദുനഗർ ജംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ സ്ലീപ്പർ ബോഗിലൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സൺസെറ്റ് എല്ലാം കണ്ട് പതുക്കെ ഇരുട്ടാകാൻ തുടങ്ങി. ഒരു ട്രാവൽ വ്ളോഗർ എന്ന രീതിയിൽ ഈ റൂട്ടിലൂടെ ഞാൻ ആദ്യമായല്ല വരുന്നത്. ഈ റൂട്ടിലൂടെ ഞാൻ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും യൂട്യൂബ് കരിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്നാണ് ഞാൻ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ കൊല്ലത്തുനിന്ന് സെങ്കോട്ട വരെ ആയിരുന്നു ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് മധുരയിലേക്ക് നീട്ടി. നമ്മൾ ഈ കൊല്ലത്ത് നിന്ന് മധുര വരെയുള്ള ഈ യാത്രയിൽ ഒത്തിരിയധികം സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. ഈ എല്ലാ സ്ഥലങ്ങളിലും ഓരോ സീക്രട്ട് സ്പോട്ടുകളുണ്ട്. അത് തീർച്ചയായും എൻ്റെ സബ്സ്ക്രൈബർ ഫാമിലിയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നതാണ്. അത് എക്കോ ടൂറിസം ആയാലും ശരി, വലിയ പച്ചക്കറി മാർക്കറ്റ് ആയാലും ശരി, തീർച്ചയായും ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ആ സ്ഥലങ്ങൾ കൊണ്ടുവരുന്നതാണ്. കാഴ്ചകളും വിശേഷങ്ങളും പറഞ്ഞ് ഏകദേശം 6:30 നമ്മൾ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് മധുരൈ റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇവിടെ നിറങ്ങി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോ ഇനി അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തെ ഈ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും എനിക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരോടും നന്ദി.